എന്തുകൊണ്ടാണ് ജാമ്യം ലഭിച്ചിട്ടും നാം ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത്? നമുക്കൊരു കാര്യം അറിയേണ്ടിയിരിക്കുന്നു. എന്ത് കാരണത്തിലാണ് ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തി കാരാഗൃഹത്തിൽ അടച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. മറുപടി മാത്രം പോരാ, ഇവിടുത്തെ നിയമം കയ്യിലെടുത്ത് ഞങ്ങളുടെ സമർപ്പിതരെയും വിശ്വാസികളെയും ആൾക്കൂട്ട വിചാരണയും അക്രമങ്ങളും നടത്തി ഏറെ കാലമായി ഇവിടെ ചില സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കരുത്തിയച്ചൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ 11 വർഷങ്ങളിലായിട്ട് 2014 മുതലുള്ള കൃത്യമായ കണക്ക് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടത് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2014 ഈ തലസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ രാജ്യത്ത് 127 സംഘടിതമായ ആക്രമണങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ നടന്നു. 2015 142, 2016 226, 2017 248, 2018 292, 2019 328, 2020 279, 2021 505, 2022 601, 2023 734, 2024 അക്രമ സംഭവങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ അരങ്ങേറിയത്. അതായത് 4694 ഇൻസിഡൻസ്. ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ടും സംയമനം വെടിയാതെ ശാന്തമായിട്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിച്ചവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. എന്നാൽ നമ്മുടെ നിശബ്ദത നാളെ ഒരു വലിയ ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ശബ്ദമുയർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.